Welcome everyone to Talking Pines. We are finally back. That's right, the comeback is officially on. And it's going to be bigger than ever. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വന്നേക്കുവാണ്. എന്തിനാ? ഒരു ബിഗ് കംബാക്കിന് വേണ്ടി മാത്രം. അത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെ വെച്ച്. ഇവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം. അന്നേരം വലിയ വലിയ സംഭവങ്ങള്, വലിയ വലിയ പോഡ്കാസ്റ്റുകൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് കാണണം. അപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. അന്നേരം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ഇപ്പം ജീവിക്കാൻ ഒരു പുരുഷന്റെ ആവശ്യമുണ്ടോ? അതിപ്പോ പൊതുവെ നമ്മൾ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്നേരം നമുക്കൊന്ന് പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ലോകത്ത് ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ആർക്കാണെങ്കിലും ഈ ലോകത്ത് എന്തുകൊണ്ട് ഇല്ലേ? നീ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ മാറ്റേഴ്സ് ആണോ? നമ്മൾ സൊസൈറ്റി പരമായിട്ട് ചിന്തിക്കണ്ട, എന്നാൽ പ്രൈവറ്റ് പ്ലസ് ഒരു പബ്ലിക് ബേസ് ആയിട്ട്. സൊസൈറ്റി പരമായിട്ട് ചിന്തിച്ചില്ലേ നിനക്ക് ജീവിക്കാൻ പറ്റൂ? സൊസൈറ്റി പരമായിട്ടല്ല എല്ലാ ജീവജാലങ്ങൾ പോലും ജീവിക്കുന്നത്. എല്ലാരും പരസ്പരത്തോടെ സഹായത്തോടെയല്ല ജീവിക്കുന്നത്. അതാ പറഞ്ഞേ. അപ്പൊ നീ പറഞ്ഞത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂന്നല്ലേ നീ പറഞ്ഞേ? അതെ അതെ. പക്ഷെ മണി എന്ന പവർ വെച്ചല്ലേ ബാക്കി സൊസൈറ്റി ബേസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അന്ന് നിന്റെ മണിയുണ്ട്, നിനക്ക് തന്നെ സ്വന്തമായിട്ട് പണിയെടുക്കത്തില്ലേ? അങ്ങനെ എടുക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പൊ ഒരു വീട് കെട്ടുക, വീട് കെട്ടുവാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് കെട്ടാൻ പറ്റുമോ, അതോ നിനക്ക് ഹെൽപ്പിന് ആവശ്യമുള്ളവരുടെ സഹായത്തോടെ കെട്ടാൻ പറ്റുമോ? അത് ആളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ പൈസ തന്നില്ലേ എനിക്ക് ആൾക്കാരുടെ സഹായം കിട്ടുമോ? ഇല്ല. നിനക്ക് ആൾക്കാരുടെ സഹായം ഇല്ലാതെ വീട് കെട്ടാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എന്റെ കയ്യിലിരിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള മണി ഞാൻ തന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിയുമ്പം അതൊരു സഹായമല്ല. ഈ മണി ഒരിക്കലും ചുമ്മാ ഉണ്ടാവത്തില്ലല്ലോ. അതിന് മണി ഉണ്ടാക്കാൻ താങ്കൾ എങ്ങനെയാണ്? അധ്വാനത്തിന്റെ ഫലമല്ല. ഒരാളുടെ സഹായം ഇല്ലാതെ മണി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലില്ല. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നു. സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എത്ര പേരെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒത്തിരി സ്ത്രീകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടും അല്ലാതെ നടക്കുന്നവരും ഉണ്ട്. നീ ഒരു കാര്യം, നീ ഇപ്പം മണി ഉണ്ടാക്കുന്ന വെച്ചു, നീ എങ്ങനെയാണ് മണി ഉണ്ടാക്കുന്നത്? അത് എന്റെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിൽ നിന്നല്ലേ. അധ്വാനം എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണെങ്കിൽ നീ ഒരു സാധനം പ്രൊഡക്റ്റ് വിൽക്കുക, ആരും മേടിക്കണ്ടേ? മേടിക്കണോ വേണ്ടയോ? അത് സൊസൈറ്റി ബേസ് ഉള്ള കാര്യമാണ്. ഞാനൊരു മേടിച്ചാലേ നിനക്ക് മണി കിട്ടുള്ളൂ. അപ്പൊ നിനക്ക് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. അതല്ല ഇതിനർത്ഥം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു സർവീസ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഒരിടത്തൊരു പറമ്പ് പണിയെടുക്കുക, അതിനുള്ള കൂലി എനിക്ക് തരുന്നത്. അന്നേരം അത് എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അതിന് മറ്റുള്ളവരെ സഹായിച്ചെന്നുള്ളൊരു തീം ഇടാൻ പറ്റൂല. ഈ സ്ത്രീകൾക്ക് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്ത്രീകൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നാ ഉള്ളത്? ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫിസിക്കലി ബേസ് ചെയ്ത് അവർ കുറച്ചും കൂടെ വീക്കാണ്. പക്ഷെ എല്ലാരും വീക്കാന്നല്ല പറഞ്ഞ, ഭൂരിപക്ഷമായിട്ടുള്ള ആണിന്റെ സഹായമില്ല സ്ത്രീകൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ പറയുന്നു, ഈ പുരുഷന്മാരാണ് ഈ ലോകത്ത് എല്ലാം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതെ. അത് ഞാൻ പറയട്ടെ, ഒരു മാൻ കൈൻഡ്, ഞാനൊരാണാണ്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മാൻ കൈൻഡ് ആണ് ബിൽഡ് ചെയ്തെടുത്തത്. ഇപ്പൊ സ്ത്രീകൾ കുറച്ചും കൂടെ ബെറ്റർ ആയി വരികയാണ്. എല്ലാ ഫീൽഡിലോട്ടും സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട് ഇല്ലേ? എല്ലാ ഫീൽഡിലും സ്ത്രീകളായി വന്നു. ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. അവര് ശരിക്കും അവര് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തായാലും സപ്പോർട്ട് ഹെൽപ്പ് വേണം. ഞാൻ പറയുന്നത് സമൂഹത്തെ ബേസ് ചെയ്തുള്ള സമൂഹ ജീവികളാണ് നമ്മളെല്ലാവരും. അന്നേരം സമൂഹത്തിന്റെ സപ്പോർട്ട് എപ്പോഴും വേണം. അതല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്നെ ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിക്കുക. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് പുറത്തുനിന്നുള്ള ഒരു ആവശ്യം എന്താണ് വരുന്നത്? എന്റെ പൈസ ഉപയോഗിക്കാതെ പുറത്തുനിന്നുള്ള ഒരു സഹായം എന്ത് കിട്ടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു പുരുഷന്റെ, ഒരു സ്ത്രീക്ക് തന്നെ ഇവിടെ ജീവിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീ സമൂഹമായിട്ട് ജീവിക്കാൻ പറ്റൂല. ഒരു സ്ത്രീക്ക് എങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റും? അത് എങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ സമൂഹത്തെ ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. സാമൂഹിക ജീവിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന പൈസ അല്ലെങ്കിൽ തിരിച്ചൊരു ഹെൽപ്പ് എന്നുള്ള ഇതാ. അതല്ല ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പൈസ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറയട്ടെ. ഒരു സ്ത്രീക്ക് പൈസ ഉണ്ടാക്കണ ഒരാളെ ഹെൽപ്പ് വേണമല്ലോ. ഒരാൾ കൂട്ടം നിന്നാലല്ലേ ഒരു ആണിന്റെ സപ്പോർട്ട്, ഒരു ആണിന്റെ ഹെൽപ്പ് വേണം. ഒരു ആണിന്റെ സപ്പോർട്ടും ഒരു പുരുഷന് കൂടെ ഉണ്ടാകണം. ഇപ്പൊ ഈ പുരുഷൻ പല രീതിക്ക് ഇപ്പൊ എന്നാണ് ജോലി സ്ഥലത്ത് അന്നേ സ്ത്രീകളെ വെച്ച് തന്നെ അവർക്ക് ആ ജോലി ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീയെ വെച്ച് തന്നെ ഒരു ജോലി ചെയ്യിപ്പിച്ചാൽ ഒരു പുരുഷൻ ഒരു 8 മണിക്കൂർ ഈ ഇപ്പം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഔട്ട്പുട്ട് ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുമോ? ഞാൻ പറയട്ടെ,
എഫേർട്ട് ഒന്നാണ്. എഫേർട്ടിന്റെ കാര്യമില്ല. ഞാൻ പറയട്ടെ, ഒരു ജോബ് 8 to 8 ജോബാന്ന് കേട്ടോ. ആ ജോബ് 8 മണിക്കൂറും പുള്ളിക്ക് ആ സ്ത്രീ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഈക്വലി അവർ പേ ചെയ്യുകയും ചെയ്യണം. വർക്ക് എന്ത് തീർന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിലെ മുഖ്യമായ കാര്യം. അതാ ഞാൻ ചോദിക്കട്ടെ, അതാ ചോദിച്ചത്. ഇപ്പൊ അന്ന് ആ സ്ത്രീ ഇപ്പൊ താങ്കൾ സ്ത്രീയാന്ന് പറഞ്ഞാല് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആ പുരുഷന്മാരെയാണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത്, അത് സ്ത്രീകളെയാണ് വെക്കുന്നത്? ഞാൻ സ്ത്രീയാന്നല്ല പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരാള് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചാൽ അങ്ങനെ ആരെയായിരിക്കും വെക്കുന്ന ജോലി സ്ഥലത്ത്? നിങ്ങൾക്ക് ഒരു വരുമാന മാർഗത്തിന് ഏറ്റവും എളുപ്പം ഒരു ആണിനെ വെക്കുന്നതാണോ ഒരു ഇതിന് ഞാൻ ജെൻഡറിനെ നോക്കുന്നില്ല. കാരണം ആണും പെണ്ണും ഈക്വൽ ആയിട്ട് തന്നെ ഞാൻ കരുതുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു വരുമാന മാർഗം എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പൈസ ഉണ്ടെന്ന് പറയുന്നത്, അതിന്റെ സോഴ്സ് എവിടുന്നാണെന്ന്? അത് അവരുടെ വർക്കിൽ നിന്നാണ് ആ പൈസ ഉണ്ടാകുന്നത്. ആ വർക്ക് എങ്ങനെയാണ്? ആ ഒരു വ്യക്തിയുടെ, അല്ലാതെ സ്ത്രീയുടെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും ആ അധ്വാനത്തിൽ നിന്നല്ലേ ആ മണി ഉണ്ടാകുന്നത്, ഏൺ ചെയ്യുന്നത്. ഇപ്പൊ ഒരു അതല്ല, അത് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. സൊസൈറ്റി ബേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും വേണം. അതിപ്പം ആണുങ്ങളെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വംശനാശം ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം മരിച്ചു പോയാലും അത് തന്നെ. ഞാൻ പറഞ്ഞു വന്നാൽ അതല്ല, ഒരാൾക്ക് ഒരു ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒത്തിരി പേര് റിബലായിട്ട് നിൽക്കുന്നുണ്ട്. ഒത്തിരി പേര് കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്ത്രീ മാത്രമല്ല പുരുഷനും. അങ്ങനെ ഒരു സിറ്റുവേഷന് സപ്പോർട്ട് ചെയ്യാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമാധാനത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിനോട് തന്നെ എതിർപ്പുള്ളത് നിങ്ങൾക്ക്? സ്ത്രീ തന്നെ ജീവിക്കാൻ പറ്റൂല. എന്ന് വെച്ചാല് അവർക്ക് പല മെന്റലി സപ്പോർട്ട് വേണം. ഇത് തന്നെ നിൽക്കുമ്പോ കിട്ടുമോ? മെന്റലി സപ്പോർട്ടിന് നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനാണെങ്കിൽ അത് ഒരു ഹെൽപ്പ് അല്ലേ? സൈക്കാട്രിസ്റ്റ് അല്ല, സോറി തെറ്റിപ്പോയതാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാൻ മേലെ. അതിപ്പോ ഒരു പുരുഷനാണെങ്കിലും പോകാൻ മേലെ. അതിന് സ്ത്രീയുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് കാണിച്ചാലും ഒന്നെങ്കിൽ ഒരു സുഹൃത്ത് വേണം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, സുഹൃത്ത് വേണം. ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്ക് മെന്റലി അവര് ഡൗൺ ആവും. അവർക്ക് വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഒരാൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ചുറ്റുപാട് ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ല, ബഹളവും ഇല്ല, ഒന്നുമില്ലാതെ ജീവിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് അപ്പോൾ അയാൾക്ക് മനുഷ്യരെ വേറെ ഒരു സമൂഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പേടിയല്ല ഉണ്ടാകുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും സംസാരവും എല്ലാം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൂ, ഇത് കിട്ടത്തുള്ളൂ. അത് സോഷ്യൽ ബേസ് അല്ലേ? ഒരാളെ വീട്ടിൽ തന്നെ ഇരിക്കാന്നല്ലല്ലോ പറഞ്ഞത്. വീട്ടിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട്. ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചുകൂടി ഇരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഫുൾ ടൈം ഇരിക്കണമെന്നല്ല. അല്ല, ഞാൻ പറഞ്ഞ ഒരു ആണിന്റെ തുണ വേണോന്ന് ഇവിടെ. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഞാനും ഒരാണ്, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് നൈറ്റി കൂടെ നടക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയുള്ള എല്ലാ സകലമായ ജോലികളും സ്ത്രീകൾക്കും ചെയ്യാം. എനിക്ക് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ലൈഫ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പബ്ലിക് ബേസിൽ അല്ല, പബ്ലിക് ബേസിലല്ല നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം അത് മൃഗങ്ങൾ പോലും അങ്ങനെയാ. അവർക്കിപ്പോ പബ്ലിക് ബേസ് അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല, സമ്മതിച്ച്. പബ്ലിക്കില് ഞാൻ പറയട്ടെ, പബ്ലിക്കില് ഈ ലോകം തുടർന്ന് പോകണമെങ്കിൽ ആണും പെണ്ണും വേണം. ആണും പെണ്ണും ഇല്ലാതെ ഈ ലോകം തുടർന്ന് പോകില്ല. അപ്പൊ എല്ലാവരും ഇത് പോയി ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ മുന്നോട്ട് എങ്ങനെ പോകും? ഈ ഒരു ന്യൂനപക്ഷം മാത്രം കാണിച്ച് അവരെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അവർക്ക് എന്നാ ഹെൽപ്പ് വേണ്ടെന്നാണോ പറയുന്നത്? ഒരാണ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് അവര് പറയപ്പെടുന്നത്? ഹെൽപ്പ് വേണ്ടെന്നല്ല, എല്ലാവർക്കും അവനവന്റെ ചോയ്സ് ഇല്ലേ? എല്ലാവർക്കും അവനവന്റെ ചോയ്സ് ഉണ്ട്. നിങ്ങളല്ല പറഞ്ഞ ഈ സൊസൈറ്റി ബേസ് ചെയ്ത കാര്യങ്ങള്. ഈ സൊസൈറ്റിയിലല്ല സ്ത്രീകളുടെ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ് നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞത്. മോസ്റ്റ്ലി മെന്നാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാല് മെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ, ഒരു രാജ്യത്തിന്റെ സപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? ആർമി. ഈ ആർമി തന്നെ നോക്കിയാൽ തന്നെ 90% പുരുഷന്മാരാണ്. അതിൽ വളരെ ചുരുക്കമാണ് ഒരു സ്ത്രീയുടെ ഇതുകൂട്ട് സപ്പോർട്ട് കിട്ടുന്നത്. അതിലെന്താ ഇവർക്ക് അന്ന് കൂടുതൽ കൊടുത്താല് അതിനൊരു ഞാൻ സമ്മതിക്കുന്നു. ഈ വേൾഡ് ബിൽഡ് ചെയ്ത മെന്ന ശരിക്കും അതെ, നമ്മള് സ്റ്റോൺ ഏജ് തൊട്ട് ഈ വേൾഡ് ബിൽഡ് ചെയ്ത മെന്നാണ്. അത് കാരണം ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ വേൾഡ് അങ്ങനെ ബിൽഡ് ചെയ്തത്. പക്ഷെ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യമാണെങ്കിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. അതിലെന്താ കുഴപ്പമിരിക്കുന്നത്?
ഒറ്റയ്ക്ക് ജീവിച്ചു തന്നെ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ എന്താണ് അവർക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്ക് എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും? ശരിയാണ്, സമൂഹത്തിന് വേണ്ടി ചെയ്യണം. പക്ഷെ സമൂഹത്തിന് വേണ്ടി ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവനവന്റെ ഇതല്ലേ, താല്പര്യമല്ലേ. ഇപ്പൊ എനിക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. സമൂഹം വളരണോന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്റെ വളർച്ച മാത്രം ആഗ്രഹമുള്ള അങ്ങനെയുള്ള ഒരു സെൽഫിഷ് ആയി പോകും. സെൽഫിഷ് ആയി പോകും. അന്നേരം ഒരു സ്ത്രീയെ സെൽഫിഷ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കത്തുള്ളൂ. അത് ഓരോരുത്തരുടെ പ്രയോറിറ്റി അല്ലേ. ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? ശരിയാണ്. ഞാൻ പറയാം, ഞാൻ എല്ലാം ശരിയാണെങ്കിൽ പിന്നെ താങ്കൾ പറയുന്നത് സ്ത്രീവിരുദ്ധം ആണ് കണക്കാക്കുന്നത്. അല്ല, നിങ്ങളല്ലേ സ്ത്രീവിരുദ്ധത പറയുന്നത്? ഒരു സ്ത്രീയെ താങ്കൾ നമ്മുടെ കൂടെയാണ് ഇപ്പൊ അതെ, നമ്മൾ ബോത്ത് ആർ സെയിം സൈഡ് തന്നെയാണ്. നമ്മളെല്ലാം മെന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഞാൻ നിൽക്കും ഉറപ്പായിട്ടും. പക്ഷേ ആ സ്ത്രീക്ക് മുൻഗണന കൊടുക്കുന്നത് ഇപ്പം കുഴപ്പമില്ലാന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മുൻഗണന കൊടുക്കണം, കാര്യങ്ങള് എല്ലാം കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് തന്നെ ഇവിടെ കൊടുക്കാത്ത, സ്ത്രീക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ത്രീ എന്താണ് ഇവിടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്? ഒരാളെ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവുമോ എന്നാണ് എന്റെ ചോദ്യം. എന്ന് വെച്ചാൽ ഒരു സമൂഹം ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ആണും ഒരു സ്ത്രീയും ഒരുമിച്ച് നിൽക്കണം. അവർ ഒരു ഫാമിലി ആയാലും ഒരു ഫാമിലി ലൈഫ് പോയാലാണ് അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ട് വേണം. രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അന്ന് ഭൂമി ഇപ്പം ഇല്ലാണ്ടാവും, എൻഡാവും. അവർക്ക് സ്വയം എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഭാവിയിലേക്ക് എങ്ങനെ മുന്നോട്ട് പോയെല്ലാം. ശരിയാണ്. എനിക്ക് അതിന് ഒരു റിപ്ലൈ തരാൻ പറ്റാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ശരിയാ, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ശരിയാണ്, നിങ്ങൾ ചോദിച്ചത് എല്ലാം കറക്റ്റ് ആണ്. ശരിയാ, മുന്നോട്ട് പോകാൻ എന്നാന്ന് പറഞ്ഞാലും സൊസൈറ്റി ബേസ് ചെയ്ത് മാത്രമാണെങ്കിൽ പോലും അത് ഉറപ്പായിട്ടും സ്ത്രീക്ക് പുരുഷനെ ആവശ്യമുണ്ട്. പക്ഷെ പ്രൈവറ്റ് ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ അത്രയും ഓക്കെ അല്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റി ബേസ് ആണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. അത് ഞങ്ങൾ യോജിക്കുന്നില്ല. നീ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഈ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. പക്ഷേ എന്താ പറയാ, അപ്പൊ സമൂഹത്തെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ മണിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മണി ഉണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മണി ഉണ്ടെങ്കിൽ നല്ല പറഞ്ഞ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുകയില്ലേ? ഇല്ല. സൊസൈറ്റി വിട്ടേരെ, സൊസൈറ്റി ഇല്ലാതെ ഈ ലോകത്ത് ഇവിടെ ആർക്കും ജീവിക്കത്തില്ല. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, സൊസൈറ്റി ഇല്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. സൊസൈറ്റിയുടെ ഹെൽപ്പ് ഉണ്ട്, സമ്മതിച്ചു. ഞാൻ പറയുന്നത് അവനവന്റെ പ്രൈവറ്റ് ലൈഫില് ഇപ്പം അവനവന്റെ വീട്ടില് അവനവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. ഒരു നൈറ്റില് അവന് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഒരു ചെറിയൊരു സഹായമല്ല, ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. പറ്റത്തില്ല. ഒരാൾക്ക് എങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീക്ക് അവിടെ എന്ത് സേഫ്റ്റിയാണ് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ സമൂഹത്തില്? എന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്നല്ല പറയുന്നത്. എല്ലാ പുരുഷന്മാരുടെ ഇടയ്ക്കും ഒരു മോശക്കാരം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടെ ബാധകമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഒരു സേഫ്റ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഒരു പോലീസ് മേഖലയാണെങ്കിലും നമുക്ക് ആർമി മേഖലയാണെങ്കിലും ആ സ്ത്രീക്ക് സേഫ്റ്റി കൊടുക്കുന്ന ഒരു പുരുഷനാണ്. ആണോ? ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവിടെ സേഫ്റ്റി നൽകുന്നത് ഒരു പോലീസ് ആണെങ്കിൽ ആ പോലീസിൽ തന്നെ ഭൂരിപക്ഷം ആണുങ്ങളാണ്. ഈ ആണുങ്ങളുടെ സപ്പോർട്ട് ആ ഒരു ഹെൽപ്പ് അല്ലേ അവിടെ സ്ത്രീക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അതും വേണ്ടെന്ന് പറയുവാണെങ്കിൽ സ്ത്രീ എങ്ങനെ സുരക്ഷിതമായിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കും? ശരിയാ, പ്രൈവറ്റ് ലൈഫിലേക്ക് നോക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റായി വരികയാണ്. എനിക്കിപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തി പറയേണ്ട അവസ്ഥയിലോട്ട് വരികയാണ്. നിങ്ങൾ കുറച്ചും കൂടെ പോയിന്റ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്. അങ്ങനെയല്ലല്ലോ. ഒരു ചർച്ചയാകുമ്പോ താങ്കൾ നിൽക്കുന്നിടത്ത് താങ്കൾ അവിടെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരുത്തണമല്ലോ. ഞാൻ പുരുഷനായിട്ട് പോലും ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചോയ്സ് ഉണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും ഒരാൾക്ക് ഇവിടെ. പക്ഷേ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇപ്പൊ ഈ സമൂഹത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുരുഷന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു പുരുഷന്റെ ഹെൽപ്പ് വേണം. എന്ന് വെച്ചാൽ മെന്റലി ഹെൽത്തി, പിന്നെ ഇതുകൂട്ട ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾക്ക് പോലും ഒരു പുരുഷന് ഇപ്പൊ സ്ത്രീകൾക്ക് എല്ലാം സാധിക്കുമെങ്കിലും പല കാര്യങ്ങളും സാധിക്കാത്തതുണ്ട്. ഇപ്പൊ ഒരു എമർജൻസി വന്നാൽ പോലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ആണിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ആണിന്റെ സഹായം ഇല്ലാതെ സ്ത്രീക്ക് ചെയ്യാൻ പറ്റത്തില്ല പല കാര്യങ്ങള് ഇവിടെ ഉള്ളിടത്തോളം കാലം. അതെ, നിങ്ങൾ പറഞ്ഞു വന്ന എല്ലാം ഏകദേശം കറക്റ്റ് ആണ്. അന്നേരം നമുക്ക് സൊസൈറ്റിയോട് എന്താ പറയാൻ പറ്റുന്നത് കറക്റ്റ് ആയിട്ട്? നമ്മളെല്ലാം ഒരു ടോപ്പിക്കായിട്ട് തന്നെ പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെ കൂടി വരുവാണ്. ഈ സാഹചര്യത്തില് സ്ത്രീകള് മുൻകരുതൽ എടുക്കേണ്ടതാണ്.
അല്ലെ ഒരു ആണ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കുന്ന വളരെ തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ശരിയാണ്. ഇപ്പൊ ഞാൻ യോജിക്കുന്നു. എനിക്ക് വാക്കുകൾ പറയാൻ പോലും ഇല്ലാത്ത ഒരു രീതിയിലോട്ട് അവര് കൊണ്ടുവന്നു. ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കേണ്ടവരാണ്, ഈക്വൽ ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മള് വുമൺ മെൻ എന്നുള്ള ഒരു 2 കാറ്റഗറി എന്നുള്ളത് മാത്രമേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ്. അന്നേരം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഈക്വൽ ആയിട്ട് വളർച്ച ഉണ്ടാണ്, ഈക്വൽ ആയിട്ട് എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ അവര് പറയുന്നതിനോട് യോജിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ ശരിയാണ്, എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്. അത് എല്ലാരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോയിൽ എന്തേലും തരത്തിൽ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.